ഞാൻ ഇന്നൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്. അത് കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് പൊട്ടിച്ചതാണ് കേട്ടോ. അതും നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത ശേഷം കുറച്ച് വെളുത്തുള്ളി പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. സവാള ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടികളും ചേർക്കാം കേട്ടോ. അതായത് ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കയ്യിൽ ഇതുപോലെ വട്ടത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം നമ്മൾ അത് നേരത്തെ മുട്ട പൊട്ടിച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലോട്ട് മുക്കി കൊടുത്ത് ബ്രെഡ് പൊടിച്ചത് അതിൽ മേലെ വെതറിക്കൊടുത്ത് ആ ബ്രെഡ് പൊടിയൊക്കെ നന്നായി ഇതിലോട്ട് ആഡ് ചെയ്യാവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അത് നേരെ ചൂടായ എണ്ണച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. എണ്ണച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മുരിച്ചെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്മിൽ വെക്കണം, അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. കരിഞ്ഞു പോവാതെ സിമ്മിൽ വെച്ച് പതുക്കെ മറിച്ചിടണം കേട്ടോ. അതല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിച്ച് സിമ്മിലാക്കി അത് മറിച്ചിടുക കേട്ടോ. മറിച്ചിട്ട ശേഷം നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. അത് വെന്ത് വരുന്നുണ്ട്, അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്യണേ.